11 മാസത്തിനിടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് 5000-ലധികം എലിപ്പനി കേസുകൾ എന്നാണ് അലക്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. 356 പേർ എലിപ്പനി മൂലം മരിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത കൂടി അലക്സ് റാം മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അറിയിക്കുന്ന വിവരങ്ങൾ പറയൂ അലക്സ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ആശങ്കാജനകമായ കണക്കാണ്. എലിപ്പനി ബാധിതർ കൂടുന്നു എന്നുള്ളതും എലിപ്പനി ബാധിച്ചുള്ള മരണങ്ങൾ കൂടുന്നു എന്നുള്ളതും ആശങ്കാജനകമായ കണക്കാണ്. അതായത് കഴിഞ്ഞ 11 മാസത്തിനിടെ ജനുവരി മുതൽ നവംബർ 28 വരെയുള്ള കണക്കുകളാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് സംസ്ഥാന സർക്കാർ, അതായത് ആരോഗ്യവകുപ്പ് തന്നെ ആരോഗ്യവകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഔദ്യോഗിക കണക്കാണ്. അത് സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കാണെന്നുള്ളത് കൂടി എടുത്തു പറയുന്നു. കഴിഞ്ഞ 11 മാസത്തിനിടെ സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ചത് 5000-ലധികം പേർക്കാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 356 പേർ സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് ഇക്കാലയളവിൽ മരിച്ചു. പ്രതിമാസം 32 എലിപ്പനി മരണങ്ങൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരാശരി 32 മരണങ്ങൾ സംസ്ഥാനത്ത് പ്രതിമാസം റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. ഈ വർഷം മരിച്ച 386 പേരിൽ 207 പേർക്ക് മരണത്തിന് മുമ്പ് തന്നെ എലിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. 149 പേരുടെ മരണം എലിപ്പനി ലക്ഷണങ്ങളോടെയെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സർക്കാർ ആശുപത്രികളിലെ കണക്ക് മാത്രമാണിത്. സ്വകാര്യ ആശുപത്രികളിലെ കണക്കുകൾ കൂടി എടുത്താൽ ഈ സംഖ്യ അത് കൂടും എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ണിൽ എലി, ഒപ്പം ഈ പൂച്ച, കന്നുകാലികൾ എന്നിവയുടെ മൂത്രത്തിലുള്ള ലെപ്റ്റോസ്പൈറോ ബാക്ടീരിയകളാണ് ഈ എലിപ്പനി ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട രോഗാണു. ഇതിൽ ഈ മലിനജലം, ഒപ്പം വൃത്തിഹീനമല്ലാത്ത സാഹചര്യത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്കാണ് ഈ എലിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ, അത്തരം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ഷൂസും മറ്റുമൊക്കെ ധരിച്ചു വേണം ഈ ജോലികളിൽ ഏർപ്പെടാൻ. കയ്യുറകളും മറ്റും ധരിച്ചു വേണം ഏർപ്പെടാൻ. കാരണം ചെറിയ മുറിവിലൂടെ പോലും ഈ രോഗാണു ശരീരത്തിനുള്ളിലേക്ക് കയറുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട തുടക്കം. അതിനുശേഷമാണ് ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ലക്ഷണങ്ങൾ ഈ ശരീരവേദന, ശക്തമായ തലവേദന, ശരീരവേദനയോടുകൂടി പനിയായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇത് സാധാരണ പകർച്ചവ്യാധികൾക്കും ഈ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണ രോഗികൾ അത് നിസ്സാരവൽക്കരിക്കുകയാണ് പതിവ്. പക്ഷേ എലിപ്പനിയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ തേടിയാൽ ജീവൻ രക്ഷിക്കാമെന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതിനാൽ ആദ്യഘട്ടത്തിൽ തന്നെ എലിപ്പനിയിൽ ഡോക്ടറെ കണ്ട് വിശദമായ ചികിത്സ തേടണം. ഡോക്സിസൈക്ലിൻ ഗുളിക ആഴ്ചയിൽ ഒരിക്കൽ ഇത്തരം ജോലിയിൽ ഏർപ്പെടുന്നവർ കഴിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതും കൂടി നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. അതായത് ഇത്തരം ജോലിയിൽ ഏർപ്പെടുന്നവർ അനുസരിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തെ കണക്ക് ഇങ്ങനെ വർദ്ധിച്ചു പോകുന്നില്ല. എലിപ്പനിയുടെ കണക്ക് വർദ്ധിച്ചു പോകുന്നതിൽ ആശങ്കയിലാണ് പൊതുജനങ്ങളും അതുപോലെ ആരോഗ്യവകുപ്പ് പോലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.